ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണല്ലേ. അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോവയ്ക്ക, അതുപോലെ ചേന, ചേമ്പ്, കിഴങ്ങുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ അത്രമാത്രം നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാരാണ്, സ്ഥലപരിമിതിയൊക്കെ വളരെയധികം ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെയുള്ള കൃഷി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്കും അങ്ങനെ കുറേ അധികം സ്ഥലങ്ങളുണ്ടായിട്ടൊന്നുമല്ല, വളരെ കുറച്ചുള്ള സ്ഥലത്താണ് ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട വെണ്ടയ്ക്ക, അതുപോലെ ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, പിന്നെ അതുപോലെ എന്താ പറയുക, ഇലക്കറികളൊക്കെ നമുക്ക് എന്തായാലും നിർബന്ധമാണ്. അതിന് പറ്റിയിട്ടുള്ള എന്താ പറയുക, മുരിങ്ങയില, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ, കോവയ്ക്ക, ഇത് നമുക്ക് ചെറുതായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി, അതുപോലെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് പോലുള്ള കാര്യങ്ങളൊക്കെയായി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു കൃഷിയുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഒരു വലിയ കാര്യമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള സ്ഥലത്ത് ചെറുതായ രീതിയിലുള്ള കൃഷികളും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണത് കേട്ടോ. അതുപോലെ വാഴയൊക്കെ അത്യാവശ്യം എല്ലാ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണ്. എന്നാലും അത് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ കുറച്ച് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിലും അത്യാവശ്യം വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളർത്തി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ആവുന്നതും നമുക്ക് പറ്റാവുന്നത്രയും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആഹാര സാധനങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽത്തിനും പിന്നെ അതുപോലെ നമ്മുടെ പല കാര്യങ്ങൾക്കും ഏറ്റവും ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ വളർത്തി ഉണ്ടാക്കുക. അതുപോലെ കുറച്ച് അത്യാവശ്യം വേണ്ട പൂച്ചെടികളും, അത് കാണാനൊരു ഭംഗിയാണ്, നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് കേട്ടോ അത് കാണുമ്പോൾ. എന്തൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും കാര്യമായിട്ടുള്ളതൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വലിയ കൃഷി, വലിയ പൂന്തോട്ടമൊന്നും പറയാനില്ല. ഉള്ള ചെറിയ സ്ഥലത്ത് ചെറുതായിട്ട് രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചെറിയ കൃഷിയും ചെറിയൊരു പൂന്തോട്ടം മാത്രമാണത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. എന്നാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഇതുപോലെ നിറയെ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഇങ്ങനെ ചെറുതായിട്ട് വളരെ കുറഞ്ഞ രീതിയിലാവണമെന്നൊന്നുമില്ല. ഉപകാരപ്രദമായിട്ടുള്ള കുറേ വീഡിയോകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്